Hello, welcome back to my YouTube channel. എന്തൊക്കെ ഭക്ഷണങ്ങളാണ് നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ടത്, അതേപോലെ എന്തൊക്കെ ഭക്ഷണങ്ങളാണ് നമ്മുടെ ഡയറ്റിൽ ഒഴിവാക്കേണ്ടതെന്നുള്ള കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഡയറ്റ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഞാൻ എല്ലാവരോടും പറഞ്ഞൊരു കാര്യമാണ്, അത് ആരെങ്കിലും നിർബന്ധിച്ചിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരു കുറ്റപ്പെടുത്തലോ അങ്ങനെ കാര്യങ്ങളൊന്നും നിങ്ങൾ ഡയറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും നിൽക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾക്ക് തന്നെ തോന്നിയിട്ട് വേണം നമ്മൾ ഡയറ്റും എക്സസൈസും എന്തായാലും നമ്മൾ ചെയ്യാൻ വേണ്ടി, എന്നെങ്കിൽ മാത്രം നമ്മൾ കൂടുതൽ അത് ഒരു ഫലപ്രദമായ രീതിയിൽ മാറുള്ളൂ കേട്ടോ. അല്ലാതെ അവരെന്നോട് നല്ല രീതിയിൽ നമ്മളെ കളിയാക്കുന്നുണ്ട്, പിന്നെ എന്താ ഡയറ്റ് ചെയ്തേ പറ്റുള്ളൂ, അവരങ്ങനെ പറയുന്നുണ്ട്, മറ്റുള്ളവർ അങ്ങനെ ചിന്തിക്കുന്നുണ്ട്, അങ്ങനെ കാര്യങ്ങൾ വെച്ച് നമ്മൾ ഒരിക്കലും ഡയറ്റോ അല്ലെങ്കിൽ എക്സസൈസോ കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല കേട്ടോ. അപ്പൊ നമ്മൾക്ക് വിചാരിക്കും, നമ്മൾക്ക് തന്നെ തോന്നണം എന്തായാലും നമുക്കൊരു ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, ഈ ഒരു തടി കൊണ്ട് നമുക്കൊരു ആരോഗ്യ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പൊ നമുക്കൊന്ന് തടി കുറയ്ക്കണം എന്നുള്ളത് നമ്മുടെ ഉള്ളിൽ നിന്ന് തോന്നിക്കൊണ്ട് മാത്രം നമ്മൾ വെയിറ്റ് ലോസിനോ അതേപോലെ എക്സസൈസ് കാര്യങ്ങൾക്കൊക്കെ പോകാട്ടോ. അപ്പൊ ഞാൻ ഇന്ന് പറയാൻ വന്നത് മെയിനായിട്ട് എന്തൊക്കെ ഫുഡാണ് നമ്മൾ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് യൂസ് ആക്കേണ്ടത്, അതേപോലെ എന്തൊക്കെയാണ് നമ്മൾ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് അവോയ്ഡ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ പൊതുവേ മലയാളീസിന്റെ ഒരു ഭക്ഷണ രീതി എന്ന് പറഞ്ഞാൽ ഒരു 90% ചോറും അല്ലെങ്കിൽ ഒരു ഇത്തിരി മാത്രം കറി എടുത്തോണ്ടാവില്ലേ കൂടുതൽ ആൾക്കാർ ഭക്ഷണം കഴിക്കുന്നത്. അപ്പൊ മുന്നേ ഞാനും അങ്ങനെയായിരുന്നു കേട്ടോ, ഒരുപാട് ചോറ് മാത്രമായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത്, ഫ്രൂട്ട്സോ കാര്യങ്ങളൊന്നും കഴിക്കുന്നുണ്ടായിരുന്നില്ല. അഥവാ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ടെങ്കിലും അത് ഭക്ഷണത്തിന് ശേഷം, അത് ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ ചിലപ്പോൾ എന്തെങ്കിലും മധുരത്തിന് വേണ്ടി ഫ്രൂട്ട്സോ കാര്യങ്ങളൊക്കെ കഴിക്കുന്ന ആൾക്കാരാവില്ലേ കൂടുതൽ. അപ്പൊ അതൊക്കെ ഒഴിവാക്കിയിട്ട് എങ്ങനെയാണ് നമ്മളുടെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡയറ്റ് എങ്ങനെ ഫോളോ ചെയ്യേണ്ടതെന്നുള്ളതാണ് കേട്ടോ ഈ ഒരു വീഡിയോ ആയിട്ട്. അപ്പൊ നമ്മൾ ഡയറ്റ് എടുക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ എപ്പോഴും വയറ് നിറഞ്ഞ് കഴിക്കലാണല്ലോ നമ്മളൊരു പതിവ് എന്ന് പറയുന്നത്. പൊതുവെ ആൾക്കാർ അങ്ങനെയാണ്, വയറ് നിറഞ്ഞാൽ മാത്രമേ വിശപ്പടങ്ങൂ എന്നുള്ളൊരു ചിന്താഗതിയായിട്ട് നടക്കുന്നവരാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഡയറ്റ് എടുക്കുന്ന സമയത്ത് കൂടുതലും വയറ് ഫുള്ളാകുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കണം, അതായത് അതിന്റെ ക്വാണ്ടിറ്റി കുറച്ചുകൊണ്ട്. പൊതുവെ ഇപ്പൊ ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ വയറെപ്പോഴും ഒരു ആവശ്യത്തിലും അളവിൽ കൂടുതൽ ചോറ് നമ്മൾ കഴിച്ച് നമ്മളെ വയറെപ്പോഴും ഒന്ന് ഫുള്ളായിട്ട് ഇരിക്കുമല്ലേ. അപ്പൊ അങ്ങനെ ഫുള്ളായിട്ട് ഇരിക്കുമ്പോഴാണ് പിന്നെ നമുക്ക് അങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് വിശക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ വിശക്കൊന്നുമില്ല, അങ്ങനെ ആവൂലേ. അങ്ങനെ കഴിക്കുന്നതിന് പകരം നിങ്ങൾ എത്രയും ഒരു അളവ് വെച്ചിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനങ്ങൾ മാത്രം അളവ് നല്ലോണം കുറച്ചുകൊണ്ട് ഭക്ഷണം അങ്ങനെ കഴിക്കുക എന്നുള്ളതാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് പറയുന്നത്. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഭക്ഷണങ്ങൾ, എന്തൊക്കെയാണ് അതിൽ അവോയ്ഡ് ചെയ്യേണ്ടതെന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഞാൻ എന്റെ വെയിറ്റ് ലോസിന് വേണ്ടി ഞാൻ ചെയ്ത ഒരു കാര്യമാണ്, ഞാൻ എന്റെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്ത ഒരു കാര്യമാണ് ചിയാ സീഡ് എന്ന് പറയുന്നത്. ചിയാ സീഡ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രോട്ടീനും അതേപോലെ അതിൽ അധികം ഫൈബറും കാര്യങ്ങളൊക്കെ ഉള്ള നമ്മുടെ ഒരു സീഡാണ് കേട്ടോ ചിയാ സീഡ് എന്ന് പറയുന്നത്. അപ്പോൾ വെയിറ്റ് ലോസിന് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഭക്ഷണമാണ് ഈ ഒരു ചിയാ സീഡ് എന്ന് പറയുന്നത്. അത് നമ്മുടെ മോർണിംഗ് ഇതുപോലെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടാണ് കഴിക്കേണ്ടത്. അതൊരു 1 ടേബിൾ സ്പൂണോളം മാത്രം നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് ഒരു അരമണിക്കൂറിന് ശേഷം അത് ആ വെള്ളം കുടിക്കുന്നത് കൊണ്ട് നല്ല വെയിറ്റ് ലോസിന് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. കാരണം ചിയാ സീഡ് കഴിക്കുന്നത് മൂലം നമ്മുടെ വയറെപ്പോഴും ഫില്ലായിരിക്കും കേട്ടോ, നമ്മളെ വയറെപ്പോഴും എംപ്റ്റി ആയിരിക്കില്ല, എപ്പോഴും ഒരു ഫുള്ളായ ഒരു രീതിയിൽ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ നമുക്ക് എന്താണ് അധികം വിശക്കോ കാര്യങ്ങളൊന്നുമില്ല, അപ്പൊ നമുക്ക് അധികം ഫുഡ് കഴിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവില്ല. കൂടുതൽ ആൾക്കാർ എന്താണ് ഫുഡ് കഴിക്കണം എന്നുള്ള ഒരു ടെൻഡൻസിയോട് കൂട്ടല്ലേ ഫുഡ് കൂടുതൽ കഴിക്കുന്നത്. അപ്പൊ ഈ ഒരു ചിയാ സീഡ് എന്ന് പറയുന്നത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടാണ്, അതായത് പ്രോട്ടീനും അതേപോലെ ധാരാളം മിനറൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മുടെ വയറ് അത് കഴിച്ചു കഴിഞ്ഞാൽ ഫില്ലായി തോന്നും, അതുകൊണ്ട് നമുക്ക് കൂടുതൽ കഴിക്കണം എന്നുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവില്ല കേട്ടോ. അതേപോലെ ചിയാ സീഡ് വെറുതെ കഴിക്കുന്ന നിങ്ങൾക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ ചിയാ സീഡ് ഇതുപോലെ കുതിർത്ത് വെക്കാം, അതിൽ ഒരു ലോ ഫാറ്റ് മിൽക്ക് നമുക്ക് ആഡ് ചെയ്യാം, പിന്നെ അതേപോലെ ആപ്പിൾ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാം, അതേപോലെ നമ്മുടെ ഓട്സ് അതൊക്കെ ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് ആ ഒരു രാവിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഡിന്നർ ആയിട്ട് നമുക്കത് കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പൊ അതിൽ ഫസ്റ്റ് ആയിട്ട് നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു അടിപൊളി സാധനമാണ് ഈ ഒരു ചിയാ സീഡ് എന്ന് പറയുന്നത്. പിന്നെ ഒരു സാധനമാണ് ആപ്പിൾ എല്ലാവർക്കും പൊതുവെ ഇഷ്ടമായിരിക്കും അല്ലെ. അപ്പൊ ഒരു ദിവസം ഒരു ആപ്പിൾ കഴിക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പൊ നമ്മൾ ഈ ഒരു ഡയറ്റിൽ ഉൾപ്പെടുത്തും, നമുക്ക് നന്നായി വിശക്കും. നമ്മൾ ഒരു രാവിലെ ഇതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഈ ഒരു ചിയാ സീഡും ആപ്പിളും കൂടി ഒരു സെറ്റാണ് കഴിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അപ്പൊ നമ്മൾ വയറെപ്പോഴും ഫില്ലായിരിക്കും, നമുക്ക് കഴിക്കണം എന്നുള്ളൊരു ടെൻഡൻസി ഉണ്ടാവില്ല കേട്ടോ. അപ്പൊ കുറച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ വിശക്കുന്നു വന്നപ്പോൾ ഒരു ആപ്പിൾ എടുത്ത് കഴിക്കുന്നതുകൊണ്ടൊന്നും കുഴപ്പമില്ല, അതാണ് കൂടുതൽ മധുരമുള്ള ഒരു സാധനം കൂടിയാണ്. അതേപോലെ തന്നെ ഒരുപാട് വൈറ്റമിൻസും അതേപോലെ ഫൈബറും പ്രോട്ടീനും കാര്യങ്ങളൊക്കെ ഈ ഒരു ആപ്പിളിനകത്തുണ്ട് കേട്ടോ. കുട്ടികൾക്ക് കൊടുക്കുന്നതിലും എല്ലാവർക്കും കഴിക്കുന്നതിലും പൊതുവേ കഴിക്കുന്നതിലും ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ട് സാധനമാണ് കേട്ടോ.
അപ്പോൾ ആപ്പിൾ നമുക്ക് എന്തായാലും ഒരു വെയിറ്റ് ലോസിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി ഫുഡും കൂടിയാണ് കേട്ടോ ആപ്പിൾ എന്ന് പറയുന്നത്. പിന്നെ ഒരു ഐറ്റമാണ് എഗ്ഗ്, മുട്ട. നിങ്ങൾക്ക് അറിയാലോ, ഏകദേശം ഞാൻ എന്റെ ഡയറ്റിനകത്ത് ഡെയിലി ഒരു മുട്ട വീതം കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഒരു മുട്ട, അപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, മുട്ട കഴിച്ചു കഴിഞ്ഞാൽ തടി കൂടൂലേ, അല്ലെങ്കിൽ മുട്ടയിൽ കൂടുതൽ ഫാറ്റ് അല്ലേ ഉള്ളത്, ഫാറ്റ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ വെയിറ്റ് കൂടൂലേ എന്നുള്ള കാര്യങ്ങൾ കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ ഒരു ഡോക്ടറെ കണ്ട് ഒരു സജഷൻ എടുത്ത സമയത്ത് ഡോക്ടർ എന്നോട് പറഞ്ഞത് കൂടുതൽ വൈറ്റ് ആണ് അതിൽ പ്രോട്ടീൻ ആയിട്ട് വരുന്നത്. അപ്പൊ നമ്മുടെ ഒരു ഡയറ്റ് എടുക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പ്രോട്ടീനും അതേപോലെ ഫാറ്റും എല്ലാ കാര്യങ്ങളും ഈക്വൽ ആയിട്ട് വേണം, എന്നെങ്കിൽ മാത്രമേ നമ്മുടെ ഡയറ്റ് എപ്പോഴും പ്രോപ്പർ ആയിട്ട് നീങ്ങുള്ളൂ കേട്ടോ. അപ്പൊ ഒരു അതിന്റെ യെല്ലോ എന്ന് പറയുന്നത് എപ്പോഴും അതിന്റെ ഫാറ്റ് ആണ്. അപ്പൊ ഒരു നമ്മുടെ ഭക്ഷണത്തിൽ ഒരു 5% ഫാറ്റ് ആഡ് ചെയ്യുന്നതുകൊണ്ട് വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളില്ല. നേരെ മറിച്ച് എഗ്ഗ് കഴിക്കും ഭയങ്കര പ്രശ്നങ്ങളാണ് അങ്ങനെയൊക്കെ വിചാരിക്കുന്ന കുറെ ആൾക്കാരുണ്ടാവും അല്ലെ. അപ്പോൾ നമ്മളെപ്പോഴും എഗ്ഗ് കഴിക്കുമ്പോൾ ഒരു എഗ്ഗ് കഴിക്കുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല. ഒരു മീഡിയം ഹെൽപ്പ് ചെയ്യുന്നതും നമ്മൾ ഡയറ്റിൽ കൂടുതൽ ഉൾപ്പെടുത്തേണ്ട ഒരു സാധനമാണ് ഓട്സ് എന്ന് പറഞ്ഞല്ലേ. ഓട്സ് പൊതുവെ ആൾക്കാർക്ക് ഇഷ്ടമില്ലാത്തൊരു സാധനമാണ് ഓട്സ്, കാരണം അതിന് വലിയ ഫ്ലേവറോ കാര്യങ്ങളോ, അത് വെറുതെ കഴിക്കാൻ ഭയങ്കര മടുപ്പായിരിക്കും ആൾക്കാർക്ക് അല്ലെ. അപ്പൊ നമ്മൾ ഓട്സിൽ കൂടുതൽ എന്താണ് മിനറൽസും അതേപോലെ വൈറ്റമിൻസും ഫൈബറൊക്കെ കൂടുതൽ അടങ്ങിയത് ബാലൻസ്ഡ് ഡയറ്റിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് ഓട്സ് പറയുന്നത്. അപ്പൊ ഓട്സ് നിങ്ങൾക്ക് വെറുതെ കഴിക്കാൻ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതേപോലെ ആപ്പിൾ മുറിച്ചിട്ടിട്ട് അതേപോലെ നമുക്ക് ഒരു ഞാൻ പറഞ്ഞില്ലേ രാവിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഒരു ഡിന്നർ ആയിട്ട് നമുക്ക് ഓട്സ് കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു കുറച്ച് ഓട്സും അതേപോലെ ചിയാ സീഡ്സും ലോ ഫാറ്റ് മിൽക്കും കാര്യങ്ങളൊക്കെ ഒഴിച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളും മധുരത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഈത്തപ്പഴോ കാര്യങ്ങളോ ഒരു 1-2 ഈത്തപ്പഴം ഇങ്ങനെ കുതിർത്ത് വെച്ച് രാത്രി കുതിർത്ത് വെച്ച് രാവിലെ എടുത്ത് കഴിക്കാം, ഫ്രിഡ്ജിൽ യൂസ് ചെയ്തിട്ട് കഴിക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ അതൊക്കെ ഒരു നല്ലൊരു വെയിറ്റ് ലോസിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫുഡാണ് ഓട്സ് എന്ന് പറയുന്നത്. പിന്നെ ഒരു ഐറ്റമാണ് ബനാന. കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടമാണല്ലേ ബനാന കഴിക്കാൻ വേണ്ടി. അപ്പൊ ബനാനയിൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും ലോ കലോറി മാത്രമാണ് ബനാന ഉള്ളത്. അപ്പൊ ഒരു പഴുത്ത ബനാന, ഒരു മീഡിയം സൈസ് ബനാന എന്ന് പറയുന്നത് 66 കലോറി മാത്രമാണ് അതിനകത്തുള്ളത്. അത് നമ്മളെ വെയിറ്റ് ലോസിന് പെട്ടെന്ന് വെയിറ്റ് കൂടാനുള്ള ചാൻസ് കുറയും. അതേപോലെ ബെല്ലി ഫാറ്റ്, നമ്മുടെ ശരീരത്തിലുള്ള ബെല്ലി ഫാറ്റും കാര്യങ്ങളൊക്കെ ബനാന കഴിക്കുന്നതുകൊണ്ട് നന്നായിട്ട് റെഡ്യൂസ് ചെയ്യാനും കൂടെ ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഒരു മീഡിയം സൈസ് നേന്ത്രപ്പഴം കഴിക്കുന്നതുകൊണ്ട് പിന്നെ നമ്മുടെ വെയിറ്റ് കുറച്ച് കൂടും, കാരണം അതിന്റെ കലോറി കുറച്ചും കൂടി കൂടുതലാണ്. നേരെ മറിച്ച് ഫിലിപ്പീനിയൻ പഴം അതുപോലുള്ള പഴുത്ത പഴങ്ങൾ കഴിക്കുന്നതുകൊണ്ട് നമ്മളെ വെയിറ്റ് ലോസ് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനം കൂടിയാണ്. അപ്പൊ ഞാൻ ഈ ഓട്സും അതേപോലെ ഈ ഒരു മിൽക്കും കാര്യങ്ങളിൽ ആ ഒരു സെറ്റിനകത്ത് നമുക്ക് ഈ ഒരു ഫിലിപ്പീനിയൻ ബനാന അങ്ങനത്തെ ബനാനകൾ കൂടി ആഡ് ചെയ്ത് കഴിക്കാം. അപ്പൊ നമ്മുടെ വയറെപ്പോഴും ഫില്ലായിരിക്കും, അതേപോലെ നമുക്ക് ഇപ്പൊ തന്നെ വിശക്കൂല. വെയിറ്റ് ലോസിന് വളരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനം കൂടിയാണ് ഈ ഒരു ബനാന എന്ന് പറഞ്ഞത്. പിന്നെ ഒരു ഐറ്റമാണ് വീറ്റ്. അറിയാലോ, ഗോതമ്പ് കൊണ്ടുള്ള പലഹാരങ്ങൾ എങ്ങനെ കഴിച്ചാൽ നമ്മളത് വെയിറ്റ് ലോസിന് എപ്പോഴും ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഗോതമ്പിൽ പറഞ്ഞാൽ കൂടുതൽ അടങ്ങിയിട്ടുള്ള ഫൈബറാണ്. ഫൈബറും അതേപോലെ വൈറ്റമിൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ഗോതമ്പിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഗോതമ്പ് നമ്മൾ കഴിക്കുന്നത് നിങ്ങൾക്ക് ഉപ്പുമാവായിട്ട് കഴിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ചപ്പാത്തി ആയിട്ട് കഴിക്കാം. ഞാൻ എൻ്റെ ഡയറ്റിൽ ഏറ്റവും കൂടുതൽ ഉൾപ്പെടുത്തിയുള്ള ഒരു സാധനമാണ് ഈ ഒരു ഗോതമ്പും അതേപോലെ റാഗിയും കേട്ടോ. അപ്പോൾ ഗോതമ്പ് കഴിക്കുന്നത് കൊണ്ട് കുറെ പേർക്കൊക്കെ ചിലപ്പോൾ അലർജിയോ അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ സജഷനോട് കൂടിയിട്ട് നിങ്ങൾക്ക് അതെങ്ങനെയാണെന്നുള്ളത് കഴിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പൊ രാവിലെ ചപ്പാത്തി കഴിക്കുക, അല്ലെങ്കിൽ ഒരു ഗോതമ്പ് നമുക്ക് ഉപ്പുമാവ് കഴിക്കാം. അതേപോലെ ഉച്ചക്ക് നമുക്ക് 2 ചപ്പാത്തി അല്ലെങ്കിൽ 1 ചപ്പാത്തി വീതം കഴിക്കാം. അതിന്റെ ചപ്പാത്തിന്റെ മാത്രമല്ല, അതിന്റെ സൈഡായിട്ട് നമുക്ക് എന്താണ് സാലഡും അതേപോലെ ഫിഷും കാര്യങ്ങളും, ചിക്കൻ ഉണ്ടെങ്കിൽ ചിക്കൻ, ഫിഷ് അതൊക്കെ കഴിക്കാം കേട്ടോ. സലാഡായിട്ടും ഫ്രൂട്ട്സും വെജിറ്റബിൾസും കൂടി ഇതാവണം നമ്മുടെ ഡയറ്റ് എപ്പോഴും പറയുന്നത്. അപ്പൊ അങ്ങനെ നമുക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു നമ്മുടെ വെയിറ്റ് ലോസിന് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഈ ഒരു ഗോതമ്പ് കൊണ്ടുള്ള സാധനങ്ങൾ. അപ്പോൾ ഗോതമ്പ് നെക്സ്റ്റ് ഒരു ഐറ്റമാണ് റാഗി എന്ന് പറഞ്ഞല്ലേ. അപ്പൊ നമ്മുടെ മിലറ്റ്സ് എന്ന് വിളിക്കുന്നതാണ് ഈ റാഗി. റാഗി എന്ന് പറഞ്ഞ ഒരു മിലറ്റ് എന്നൊരു ഭാഗത്ത് ഉൾപ്പെടുന്നതാണ് ഈ റാഗി എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ റാഗി ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു വെയിറ്റ് ലോസിന് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ് റാഗി എന്ന് പറയുന്നത്. അപ്പൊ ഞാനും എന്റെ വെയിറ്റ് ലോസിന്റെ സമയത്ത് ഞാൻ കൂടുതൽ കഴിച്ചത് റാഗി കൊണ്ടുള്ള ഐറ്റംസ് ആയിരുന്നു. എന്തൊക്കെ ഉണ്ടാക്കാം നമുക്ക് റാഗി കൊണ്ട്? റാഗി പുട്ട് ഉണ്ടാക്കാം, അതേപോലെ റാഗി കൊണ്ടുള്ള ദോശ ഉണ്ടാക്കാം, റാഗി കൊണ്ടുള്ള ഇഡ്ഡലി ഉണ്ടാക്കാം. അങ്ങനെ കുറെ വെറൈറ്റി ഐറ്റംസ് നമുക്ക് യൂട്യൂബിലും കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അങ്ങനെ എന്തെങ്കിലും വെറൈറ്റി ഐറ്റംസ് നമുക്ക് റാഗി കൊണ്ട് ഉണ്ടാക്കാം. അപ്പൊ റാഗി ഇഷ്ടപ്പെടാത്തവരുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ ഓട്സും കാര്യങ്ങളും അങ്ങനെ ഏതെങ്കിലും ഒന്നൊക്കെ ആയിട്ട് നമുക്ക് ഡയറ്റിൽ ഉൾപ്പെടുത്താവുന്ന. അപ്പോൾ റാഗി എന്ന് വെച്ചാൽ നമ്മൾ കുട്ടികൾക്കും നല്ല രീതിയിൽ കൊടുക്കുന്നതാണ് റാഗി എന്ന് പറഞ്ഞത്. ഒരു 6 മാസത്തിന് ശേഷം കുട്ടികൾക്ക് വരെ കൊടുക്കുന്ന സാധനമാണ് റാഗി. അപ്പൊ കൂടുതൽ വൈറ്റമിൻസും അതുപോലെ ഫൈബറും കാര്യങ്ങളൊക്കെ അടങ്ങിയതാണ് റാഗി. അപ്പൊ നമ്മുടെ വെയിറ്റ് ലോസ് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫുഡാണ് നമ്മുടെ റാഗി എന്ന് പറയുന്നത്. അതേപോലെ നമ്മൾ മത്സ്യങ്ങൾ എപ്പോഴും നമ്മൾ ചെറിയ മത്സ്യങ്ങൾ കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ വെയിറ്റ് ലോസ് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മുടെ ബെല്ലി ഫാറ്റിനെയും കാര്യങ്ങളൊക്കെ ഈ ഒരു മത്സ്യം കഴിക്കുന്നതിലൂടെ എന്താണ് കൂടുതൽ നന്നായി കിട്ടും. നമ്മൾ മത്സ്യം കഴിക്കുന്നതുകൊണ്ട് മത്സ്യം എന്ന് പറഞ്ഞാൽ ചാള, ചൂര, അതേപോലെ
നമ്മുടെ അയില അങ്ങനത്തെ ചെറിയ ചെറിയ മത്സ്യങ്ങൾ നമ്മൾ എപ്പോഴും ഡയറ്റിനകത്ത് ഉൾപ്പെടുത്തുന്നതുകൊണ്ട് ഒരുപാട് നമുക്ക് വെയിറ്റ് ലോസിനും കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്യും. നമുക്കിങ്ങനെ എപ്പോഴും നോൺ വെജ് കഴിക്കുന്നില്ല അല്ലെങ്കിൽ ചിക്കൻ കഴിക്കുന്നില്ല, മത്സ്യം കഴിക്കാതെയുള്ള ഡയറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാര്യം നമ്മുടെ ശരീരത്തിന് എല്ലാം കൂടി കിട്ടിക്കൊണ്ടുള്ള ഡയറ്റ് വേണം കേട്ടോ എപ്പോഴും നമ്മൾ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റംസ് ആണ് നട്ട്സ്. നട്ട്സ് എന്ന് പറയുന്നത് വാൾനട്ട്സ്, അതേപോലെ പീനട്ട്സ്, അതേപോലെ എന്താണ് പിസ്ത, അതേപോലെ ബദാമും കാര്യങ്ങളൊക്കെ നമ്മൾ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് എന്തുകൊണ്ടും നല്ലതാണ് കേട്ടോ. അപ്പൊ ഞാൻ ഈ ഒരു ഓട്സിന്റെ മിക്സ് ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും കഴിക്കാന്ന് പറഞ്ഞില്ല, അതിനകത്ത് കുറച്ച് 2-3 കാഷ്യൂ ഇട്ടതുകൊണ്ടോ അല്ലെങ്കിൽ ബദാമും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് ആ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ കഴിക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നട്ട്സും ഇതേപോലെ വെയിറ്റ് ലോസിന് ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു സാധനമാണ്. അതുപോലെ അതിൽ കൂടുതൽ എന്താണ് ഫൈബറും അതേപോലെ വൈറ്റമിൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് നമ്മളെ വെയിറ്റ് ലോസ് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കൂടി ചെയ്യും കേട്ടോ. പിന്നെ ഒരു ഐറ്റം ആണ് ഉൾപ്പെടുത്താൻ പറ്റിയ ഒരു ഐറ്റംസ് ആണ് നമ്മളെ വാട്ടർ കണ്ടന്റ് കൂടുതലുള്ള ഐറ്റംസ്, അതായത് വാട്ടർ മെലൺ, അതേപോലെ കുക്കുംബറും കാര്യങ്ങളൊക്കെ കൂടുതൽ വാട്ടർ കണ്ടന്റുള്ള ഐറ്റം. അപ്പൊ നമ്മളെ ശരീരത്തിൽ എപ്പോഴും കൂടുതലും വെള്ളം കിട്ടുകയും ചെയ്യും. അതേപോലെ നമ്മളെ വയർ എപ്പോഴും ഫില്ലായി കിടക്കും. വെള്ളം കൂടി കുടിക്കുന്ന ഒരു എഫക്ട് ആയതുകൊണ്ട് കൂടുതൽ നമ്മളെ വയർ എന്താണ് ഫില്ലായി കിടക്കും. ഒരിക്കലും എന്താണ് ഒരു എംറ്റി എന്നുള്ള ഫീലിംഗ് ഉണ്ടാവില്ലല്ലോ. അപ്പൊ നമുക്ക് കൂടുതൽ വിശക്കുന്ന ഒരു ടൈം എന്ന് പറഞ്ഞാൽ നമ്മളെന്താണ് നമ്മൾ നന്നായിട്ട് ഫുഡ് കഴിച്ച നന്നായിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ നന്നായിട്ട് വിശക്കും. ആ സമയത്ത് കൂടുതൽ ഇതുപോലെ വാട്ടർ മെലണും കുക്കുംബറും കാര്യങ്ങളൊക്കെ കഴിക്കുന്നത് നമ്മുടെ വയറെപ്പോഴും ഫില്ലായിരിക്കും. അപ്പൊ നമുക്ക് വിശപ്പ് എന്നുള്ള ഒരു സ്റ്റേജിലേക്ക് പോകില്ല അല്ലെ. അപ്പൊ വെയിറ്റ് ലോസ് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഐറ്റംസ് ആണ് ഈ ഒരു കുക്കുംബർ, അതേപോലെ വാട്ടർ മെലൺ, അതായത് വാട്ടർ കണ്ടന്റ് കൂടുതൽ അടങ്ങിയിട്ടുള്ള സാധനങ്ങൾ. അപ്പൊ ഇത്രയും ഫുഡ് നമുക്ക് ഡയറ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മളെ വെയിറ്റ് ലോസ് നന്നായിട്ട് കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. നമ്മുടെ വെയിറ്റ് ലോസിന് വേണ്ടി എന്തൊക്കെ ഫുഡാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത് നമ്മൾ കണ്ടല്ലേ. ഇതിനടുത്ത് എന്തൊക്കെയാണ് നമ്മൾ മസ്റ്റായിട്ടും ഒഴിവാക്കേണ്ടത്, വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് മസ്റ്റായിട്ട് ഒഴിവാക്കേണ്ടത് നോക്കാം കേട്ടോ. അതിൽ ഒന്നാമത്തെ വരുന്നതാണ് ഷുഗർ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ എൻ്റെ ഒരു അനുഭവം നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അതായത് ഞാൻ മുന്നേ, അതായത് ഒരു 1.5 വർഷം മുന്നേ ഞാൻ എപ്പോഴും ഡെയിലി രാവിലെ ഒരു ചായയും അതൊരു വൈകുന്നേരം ചായയും കുടിക്കുന്ന ഒരാളായിരുന്നു കേട്ടോ. അപ്പൊ അവിടുന്ന് എപ്പോഴും ഡെയിലി രാവിലെ വൈകുന്നേരം ചായ കുടിച്ചില്ലെങ്കിൽ എനിക്ക് തലവേദനിക്കും, അങ്ങനത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു. അതൊക്കെ ആൾക്കാരുടെ വെറും തോന്നൽ മാത്രമാണ്. തലവേദന ഉണ്ടാകും അല്ലെങ്കിൽ ചായ കുടിച്ചില്ലെങ്കിൽ നമുക്ക് അത് പറ്റും ഇത് പറ്റുന്നുള്ള കുറെ ആൾക്കാർ എനിക്ക് മെസ്സേജ് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ചായ കൂടി എന്തായാലും ഒഴിവാക്കാൻ പറ്റും. ഞാൻ ഇതേപോലെ ഡയറ്റ് എടുക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് കഴിച്ചതെന്ന് ആൾക്കാർ എന്നോട് ചോദിച്ചിട്ട് ഞാൻ ഷുഗർ മസ്റ്റ് ആയിട്ട് ഒഴിവാക്കണം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ പലരും എന്നോട് പറഞ്ഞ കാര്യമാണ് ചായ കുടിച്ചില്ലെങ്കിൽ തലവേദനിക്കും, ചായ കുടിച്ചില്ലെങ്കിൽ തല കറങ്ങുന്ന പോലെ ഉണ്ടാവും, അങ്ങനെയൊക്കെ കുറെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. അത് ആൾക്കാരുടെ വെറും തോന്നൽ മാത്രമാണ്. പക്ഷെ എന്നാലും ഏറ്റവും വലിയ ഉദാഹരണം ഞാൻ തന്നെയാണ് കേട്ടോ. അപ്പൊ ഞാൻ മുന്നേ ചായ കുടിക്കുന്നുണ്ടായിരുന്നു, നന്നായിട്ട് മധുരം ഇട്ടുകൊണ്ടായിരുന്നു കേട്ടോ ചായ കുടിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഞാൻ ആഫ്റ്റർ ഡെലിവറിക്ക് ശേഷം ഞാൻ എന്റെ ചായ കൂടി എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ഒഴിവാക്കി. അതായത് രാവിലെയും കുടിക്കാറില്ല, വൈകുന്നേരം കുടിക്കാറില്ല. ചായ എന്നുള്ളത് തന്നെ മൊത്തത്തിൽ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒഴിവാക്കിയപ്പോൾ എനിക്ക് യാതൊരുവിധ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പൊ ഈ ഒരു ഷുഗർ ഒഴിവാക്കിയത് കൊണ്ടും എന്റെ വെയിറ്റ് ലോസ് നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഷുഗർ എന്ന് പറഞ്ഞാല് നമ്മൾ വെയിറ്റ് കൂടാൻ ചാൻസ് ഉണ്ട്. അതേപോലെ ഡയബറ്റിക്സും ക്യാൻസറും പോലുള്ള പല രോഗങ്ങൾക്കും കാരണമാവുന്നതാണ് ഷുഗർ എന്ന് പറഞ്ഞത് കേട്ടോ. അപ്പൊ ഷുഗർ നമ്മൾ മൊത്തത്തിൽ ഒഴിവാക്കി കഴിഞ്ഞാൽ നമ്മളെ വെയിറ്റ് ലോസ് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഷുഗർ മൊത്തത്തിൽ ഒഴിവാക്കി കഴിഞ്ഞാൽ കേട്ടോ. അപ്പൊ ഞാൻ എന്റെ ഡയറ്റിൽ ഞാൻ ചെയ്യുന്ന സമയത്ത് ഞാൻ ഷുഗർ മൊത്തത്തിൽ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതെനിക്ക് ഭയങ്കരത്തിൽ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് എന്റെ ഒരു എക്സ്പീരിയൻസ് കൂടെ ഞാൻ ഒരു വീഡിയോനകത്ത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. പിന്നെ ഒരു ഒഴിവാക്കേണ്ട മസ്റ്റ് ആയിട്ട് ഐറ്റമാണ് ബേക്കറി ഐറ്റംസ്. ഞാനും ഒരു ബേക്കറി അഡിക്റ്റഡ് ആണ് കേട്ടോ. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലെ മധുരമുള്ള സാധനങ്ങളും അതേപോലെ ബേക്കറി ഐറ്റംസ് ഒക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ എന്റെ വെയിറ്റ് ലോസ് സമയത്ത് ബേക്കറി മൊത്തത്തിൽ ഒഴിവാക്കിയത്. നാട്ടിലായിരുന്ന സമയത്ത് ഞാൻ എപ്പോഴും ഇതുപോലെ ഫുഡ് കഴിച്ചതിന് ശേഷം ബേക്കറി കഴിക്കും. എന്ത് ഫുഡ് കഴിച്ച് വയറ് ഫുള്ളായി കഴിഞ്ഞാൽ ഞാൻ പിന്നെ കുറച്ച് ബേക്കറി എന്തും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ എടുത്ത് കഴിക്കും കേട്ടോ. വൈകുന്നേരം ബേക്കറി എടുത്ത് ചായ കുടിക്കുമ്പോൾ അടുത്ത് ബേക്കറി കഴിക്കും. അങ്ങനെ ഒരു ശീലമുള്ള ആളായിരുന്നു കേട്ടോ ഞാനും. അപ്പൊ ഞാൻ ഈ ഡയറ്റ് ചെയ്യുന്ന സമയത്ത് ഫുള്ളായിട്ട് ബേക്കറി ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബേക്കറി ഒഴിവാക്കിയത് കൊണ്ടും എന്റെ വെയിറ്റ് ലോസ് നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം ഷുഗറും ബേക്കറി ഐറ്റംസും കാര്യങ്ങളും ഞാൻ മൊത്തത്തിൽ ഒഴിവാക്കിയത് കൊണ്ട് എന്റെ വെയിറ്റ് ലോസ് നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ. പിന്നെ ഈ ഒരു നമ്മുടെ ഒരു ഡയറ്റ് എപ്പോഴും ഫോളോ ചെയ്തുകൊണ്ട് തന്നെ ഈ ഒരു ഡയറ്റ് ഫോളോ ചെയ്യുന്നവരായാലും എക്സസൈസ് ചെയ്യുന്നവരായാലും ഈ ഒരു കാര്യം കൂടെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എന്താണ് മാറ്റം എന്നുള്ളത് ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. അതേപോലെ ഒഴിവാക്കേണ്ട മറ്റൊരു ഐറ്റംസ് ആണ് ഫ്രൈഡ് ഐറ്റംസ്. നമ്മൾ ഫ്രൈഡ് ഐറ്റംസ് ഇപ്പൊ കൂടുതൽ ആൾക്കാരും കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണല്ലേ. അപ്പൊ ഫ്രൈഡ് ഐറ്റംസിൽ യൂസ് ചെയ്യുന്ന എണ്ണ നമ്മളിപ്പോ സാധാരണ എണ്ണ ഉപയോഗിക്കുന്നതിനേക്കാളും ഒലിവ് ഓയിൽ പോലുള്ള എണ്ണകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഐറ്റംസ് കുക്ക് ചെയ്യുമ്പോൾ അതിന് ഒരുപാട് ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഓയിലും കാര്യങ്ങളൊക്കെ ഒരു 5% മുതൽ 10% വരെ നമ്മുടെ ഡയറ്റിനും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഒരളവിൽ കൂടുതലാകുമ്പോഴാണ് അത് നമ്മളെ എപ്പോഴും നെഗറ്റീവായിട്ട് ബാധിക്കുന്നത്. അപ്പോൾ ഒരു ഫ്രൈഡ് ഐറ്റംസ് വല്ലപ്പോഴൊന്നും കഴിക്കുന്നതിലൊന്നും വലിയ
തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നില്ല. കാരണം ഞാൻ അതൊക്കെ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ വല്ലപ്പോഴും കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഡെയിലി കഴിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ ഈ ഒരു വെയിറ്റ് ഗെയിന് സാധ്യത ആയിട്ട് വരുന്നത്. അപ്പൊ ഇതുപോലുള്ള ഐറ്റംസ്, ഷുഗറും അതേപോലെ ബേക്കറിയും അതേപോലെ നമ്മുടെ ഈ ഒരു കൂടുതൽ ഓയിൽ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളും നമ്മൾ കഴിക്കുന്നതോടെ നമുക്ക് വെയിറ്റ് പിന്നെ നന്നായിട്ട് കൂടാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഞാൻ എപ്പോഴും ഡയറ്റ് എടുക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴും റൈസ് ഫുഡ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. റൈസ് ഫുഡ് ഞാൻ മൊത്തത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് റൈസ് ഫുഡ് ആയിട്ട് വരുന്നത്? അപ്പൊ കുറെ ആൾക്കാർ വിചാരിക്കും എനിക്ക് ചോറ് കഴിക്കാതെ എനിക്ക് ഡയറ്റ് എടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇഡ്ഡലി കഴിക്കാതെ എനിക്ക് ഡയറ്റ് എടുക്കാൻ പറ്റില്ല എന്ന് കുറെ ആൾക്കാർ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ എന്താണ്, ചോറ് നമ്മൾ എപ്പോഴും കഴിക്കുമ്പോൾ ഇഡ്ഡലി എല്ലാം കഴിക്കാം, ഒരളവിൽ കൂടുതലാകുമ്പോഴാണ് നമ്മളത് ഏറ്റവും കൂടുതൽ നമ്മളെ ബാധിക്കുന്നത്. കൂടുതൽ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഫുഡാണ് നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് കൂടുതൽ വെയിറ്റ് വരുന്നത്. അപ്പൊ എപ്പോഴും ചോറ് അല്ലെങ്കിൽ അരി ഫുഡ്, റൈസ് ഫുഡ് നിങ്ങൾ മൊത്തത്തിൽ ഒഴിവാക്കിയിട്ട് നിങ്ങളെ വെയിറ്റിന് ലോസിന് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. കാരണം അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ ഞാൻ തന്നെയാണ്. ഞാൻ എന്റെ ഡയറ്റ് എടുക്കുന്ന സമയത്ത് റൈസ് കൊണ്ടുള്ള എല്ലാ ഐറ്റംസും, അതായത് ചോറ് മൊത്തത്തിൽ ഒഴിവാക്കി, അതേപോലെ ഇഡ്ഡലി, ദോശ, അരി കൊണ്ടുള്ള എല്ലാ ഭക്ഷണങ്ങളും ഞാൻ മൊത്തത്തിൽ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. അതിന് പകരമാണ് ഞാൻ ഗോതമ്പും അതേപോലെ റാഗി കൊണ്ടുള്ള ഐറ്റംസും കാര്യങ്ങളൊക്കെ കൂടുതൽ കഴിച്ചത്. പിന്നെ ഡെയിലി ഒരു 3 ലിറ്റർ വെള്ളം എന്തായാലും നിങ്ങൾ കഴിച്ചിരിക്കണം. അത് എങ്ങനെയായാലും നമ്മുടെ വെയിറ്റ് ലോസ് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മളൊരു വെള്ളം കുടിക്കുന്നതുകൊണ്ട് ഒഴിവാക്കാൻ പറ്റില്ല എന്ന് വിചാരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒരു നിശ്ചിത അളവിൽ മാത്രം, ഒരു 30% മാത്രം ഒരു ചോറ് കഴിച്ചുകൊണ്ടൊന്നും വലുതായിട്ട് ഒരു തടി വെക്കുന്ന അല്ലെങ്കിൽ വെയിറ്റ് കൂടാനുള്ള ചാൻസ് ഒന്നുമില്ല കേട്ടോ. അപ്പൊ നമ്മള് കൂടുതൽ തവിടോട് കൂടിയ അരി കഴിക്കുന്നതാണ് ഏറ്റവും നമ്മുടെ വെയിറ്റ് ലോസിന് നല്ലത്. അപ്പൊ ഒരു ചെറിയൊരു പെർസെന്റേജ് കഴിക്കുന്നത് കൊണ്ട് വലിയ പ്രശ്നമില്ല. കാരണം നമ്മളെന്ന് പറഞ്ഞാല് ഒരുപാട് ചോറ് കഴിച്ചിട്ട് ഒരു ഇത്തിരി കറി എടുക്കുന്ന അങ്ങനത്തെ ആൾക്കാരാണ് കേട്ടോ. അപ്പൊ അതിന് കൂടുതൽ ഒരു 30% നമ്മുടെ കാർബോഹൈഡ്രേറ്റ്, അതായത് നമ്മുടെ ഈ ചോറും കാര്യങ്ങളൊക്കെ എടുത്ത് അതിൽ ഒരു 20-25% നമ്മുടെ ഫ്രൂട്ട്സും 20-25% നമ്മുടെ വെജിറ്റബിൾസും കാര്യങ്ങൾ ആഡ് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ ഒരു 5% ഫാറ്റ് ആയാലും കുഴപ്പമില്ല. പിന്നെ അതേപോലെ നോൺ വെജും കാര്യങ്ങളും, ചിക്കൻ ആയാലും മത്സ്യങ്ങളായാലും ഒരു 20-25% ആഡ് ചെയ്തുകൊണ്ടുള്ള ഫുഡാണ് നമ്മൾ എപ്പോഴും കഴിക്കേണ്ടത് കേട്ടോ. അപ്പോൾ വെയിറ്റ് ലോസിന് ഹെൽപ്പ് ചെയ്യുന്ന എന്തൊക്കെ ഫുഡാണ് നിങ്ങൾ വെയിറ്റ് ലോസിന് വേണ്ടി കഴിക്കേണ്ടതെന്നും എന്തൊക്കെയാണ് അവോയ്ഡ് ചെയ്യേണ്ടതെന്നും ഞാൻ ഈ ഒരു വീഡിയോയിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ആദ്യം തന്നെ പറഞ്ഞൊരു കാര്യമാണ്, നമ്മൾ വെയിറ്റ് കുറക്കണം, നമ്മൾ തന്നെ വിചാരിച്ചുകൊണ്ട് വേണം വെയിറ്റ് കുറയ്ക്കണം. അതായത് ഇവരും അല്ലെങ്കിൽ അപ്പുറത്തെ ആൾക്കാർ പറയുന്നുണ്ട് എന്ന് വിചാരിച്ച് നമ്മൾ ഒരിക്കലും വെയിറ്റ് കുറക്കാൻ നിൽക്കരുത്. നമുക്ക് നമ്മുടെ ശരീരം നോക്കണം, അല്ലെങ്കിൽ നമുക്ക് എന്തായാലും വെയിറ്റ് കുറക്കണം എന്നുള്ളൊരു ചിന്ത നിങ്ങളിലൂടെ വന്നെങ്കിൽ മാത്രമേ നമുക്ക് അതും കൂടെ സാധിക്കുള്ളൂ കേട്ടോ. അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കും കൂടെ എനേബിൾ ചെയ്താൽ മാത്രമേ എന്റെ വീഡിയോ പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുള്ളൂ. അപ്പൊ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോയിൽ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്നുള്ളത് തീർച്ചയായും കമന്റ് ആയിട്ട് അറിയിക്കണം കേട്ടോ. അപ്പൊ ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.